മരണപ്പെട്ടതല്ല, നമ്മുടെ കൊല ചെയ്യപ്പെട്ട ജിതിൻ രാജിൻ്റെ കുടുംബത്തെ സന്ദർശിക്കുന്നതിലേക്ക് വേണ്ടിയാണ് ഞങ്ങളിവിടെ വന്നത്. പട്ടികജാതി പട്ടിക വർഗ സംയുക്ത സമിതിയുടെ കാട്ടാക്കട താലൂക്കിൻ്റെ ജനറൽ കൺവീനറാണ് ഞാൻ. അതുപോലെ തന്നെ ഈ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതിലേക്ക് വേണ്ടി വാളയാർ സമരത്തിൻ്റെ സമര കൺവീനറും അതുപോലെ തന്നെ അട്ടപ്പാടി മധുവിനെ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട സംഭവം അറിയാലോ. ആ അട്ടപ്പാടി മധുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നീതി നേടുന്നതിലേക്ക് വേണ്ടി അതിൻ്റെ സമരസമിതിയുടെ ചെയർമാനുമായി ആയിരിക്കുന്ന ശ്രീ VM മാർസൻസ്, അദ്ദേഹവും നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഈ കോളേജിൽ നടന്നിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള പീഡനവും ആ കൊലപാതകത്തിലേക്ക് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത് ആദ്യം ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. ഇവിടെ പല പ്രമുഖ രാഷ്ട്രീയക്കാരും ഇവിടുത്തെ അധികാരി വർഗങ്ങളായിരിക്കുന്ന മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളെല്ലാം പറയുന്നത് ഇവിടെ ഒറ്റപ്പെട്ട സംഭവമാണെന്നാണ് പറയുന്നത്. അപ്പം ജാതിയില്ല എന്ന് പറയുന്ന കേരളത്തിൽ, ഇവിടെ കേരള സംസ്കാരം എന്ന് പറയുന്ന നമ്മുടെ ഈ കേരളത്തിൽ കഴിഞ്ഞ 10 കൊല്ലമായി നമ്മൾ പരിശോധിക്കപ്പെട്ടാണെങ്കിൽ ഓരോ വർഷവും ഓരോ വിദ്യാർത്ഥികൾ വീതം പട്ടികജാതി ആദിവാസി നമ്മുടെ സഹോദരന്മാർ ഇവിടുത്തെ പൊതു ഇടങ്ങളിൽ വെച്ച് ജാതീയമായി പീഡിപ്പിക്കപ്പെട്ട് കൊല ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ 2026 ജിതിൻ രാജാണ് അതിനായി ഇരയായിരിക്കുന്നത്. കഴിഞ്ഞ തവണ നമുക്ക് അറിയാമല്ലോ, കഴിഞ്ഞ തവണ ഒരു ആത്മഹത്യ കാട്ടാക്കടയിൽ നിന്ന് സോന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വിവാഹം കഴിഞ്ഞ് 14ാമത്തെ ദിവസം ആത്മഹത്യയെ കൊല ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ നേമം വിക്ടറി ഹയർ സെക്കൻഡറി സ്കൂളിൽ ആതിര എന്ന് പറയുന്ന പെൺകുട്ടി അധ്യാപകരുടെ പീഡനം മൂലം വീട്ടിൽ ആത്മഹത്യ ചെയ്ത സംഭവം നടന്നു. അതുപോലെ തന്നെയാണ് കെവിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കോട്ടയത്ത് മറ്റൊരു സമുദായത്തിൽപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കെവിനെ അതിക്രൂരമായി മർദ്ദിച്ച് കണ്ണ് ചൂഴ്ന്നെടുത്ത് മീനച്ചിലാറ്റിൽ തള്ളിയിട്ട സംഭവം നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ അഭിമന്യു കോളേജിനകത്ത് കത്തിക്കരിയായി കൊല ചെയ്യപ്പെടുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളായിട്ട് നമ്മൾ നമ്മുടെ SC/ST സമൂഹത്തെ ഉന്നത പദവികളിലേക്ക് വരേണ്ട ചെറുപ്പക്കാരെ, വിദ്യാർത്ഥികളെ കൊല്ലുന്നതിലേക്ക് വേണ്ടിയും അവരെ നശിപ്പിക്കുന്നതിലേക്ക് വേണ്ടിയും ഒരു ഗൂഢശ്രമം കേരളത്തിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് കേരള പൊതുസമൂഹം വ്യക്തമായി ജാതിയില്ല എന്ന് പറയുന്ന പൊതുസമൂഹം ഇത് തിരിച്ചറിയണം. ഇത് ജാതിയില്ല എന്ന് പറയുന്നത് വെറുതെയാണ്. ഇവിടുത്തെ സർക്കാരിടങ്ങളിലും പൊതു ഇടങ്ങളിലും ജാതിയില്ല എന്ന് പറയുകയും എന്നാൽ കൃത്യമായി തന്നെ ജാതി നടപ്പിലാക്കുകയും നമ്മുടെ ആദിവാസി പട്ടികജാതി സഹോദരങ്ങളെയും ആ സമൂഹത്തെയും എല്ലാവരും ചെയ്യുന്ന പ്രവൃത്തികളാണ് ഈ 2026 നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ പൊതുസമൂഹം വ്യക്തമായി തന്നെ എല്ലാ ജനവിഭാഗങ്ങളും മനസ്സിലാക്കണം. ഇവിടെ മധു കൊല ചെയ്യപ്പെടുമ്പോൾ ആദിവാസിയുടെ മാത്രം പ്രശ്നമാണ്. മധു കൊല ചെയ്യപ്പെട്ടപ്പോൾ അത് ആദിവാസിയുടെ പ്രശ്നം. അതുപോലെ തന്നെ നമ്മളെ അഭിമന്യു കൊല ചെയ്യപ്പെടുമ്പോൾ ആ വിഭാഗത്തിന്റെ പ്രശ്നം. ഇപ്പോൾ ജിതിൻ രാജ് കൊല ചെയ്യപ്പെടുമ്പോൾ പട്ടികജാതിക്കാരുടെ മാത്രം പ്രശ്നം. അങ്ങനെ മാത്രം കാണാൻ പാടില്ല. ഇത് പൊതുസമൂഹത്തിൽ എല്ലാവരുടെയും പ്രശ്നമായി തന്നെ കാണണം. ഇത് നമുക്ക് ആർക്കും നോക്കിയിരുന്ന് കാണാൻ കഴിയില്ല. ഈ കൊലയാളികളെ, ആ സ്കൂൾ നടത്തുന്നവരെ, അതിൻ്റെ അധിക ഉത്തരവാദിത്തപ്പെട്ടവരെ മാതൃകാപരമായി ശിക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം ഇവിടുത്തെ ഗവൺമെൻറ്റും പൊതുസമൂഹവും തയ്യാറാകണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മോടൊപ്പം തന്നെ നമ്മുടെ ഈ വാളയാർ സമരസമിതിയുടെ സമര നേതാവും അതേപോലെ അട്ടപ്പാടി മധു സമരസമിതിയുടെ ചെയർമാനുമായ ശ്രീ വാസവൻ സാർ ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം ഞങ്ങളോട് ഈ വിഷയത്തെക്കുറിച്ച് തന്നെ രണ്ടു വാക്ക് സംസാരിക്കും. ജിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് എല്ലാ കാര്യങ്ങളും പൊതുസമൂഹം നിലവിൽ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു. നമുക്കറിയാം, ഇപ്പം ഞാൻ പ്രതിദാനം ചെയ്ത വാളയാർ സമരസമിതി ആണെങ്കിലും അട്ടപ്പാടി മധു വിഷയമാണെങ്കിലും ആ 2 സംഭവങ്ങൾ നടന്നപ്പോൾ ലോകം മുഴുവൻ ആ വിഷയത്തിൽ ഐക്യപ്പെടുകയും ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും എല്ലാം സംഘടിപ്പിക്കപ്പെടുകയും ചെയ്തതാണ്. പക്ഷെ സമരവും നിയമവഴികളും രണ്ടും രണ്ടാണ്.
ഇന്നിപ്പോൾ അട്ടപ്പാടി മധുവിൻ്റെ മറ്റേ ഹൈക്കോടതിയിൽ അപ്പീൽ മേലുള്ള വാദം കഴിഞ്ഞ് അത് വിധിക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നു. അത് കൊല്ലപ്പെട്ടപ്പം ഒരുപാട് പേര് ലോകം മൊത്തം മധുവിന് വേണ്ടി ഐക്യപ്പെട്ടെങ്കിൽ ആ കേസിൻ്റെ നാളുകളിൽ ഞാൻ ഒറ്റയ്ക്കാണ് അവരോടൊപ്പം കുടുംബത്തോടൊപ്പം അട്ടപ്പാടിയിൽ താമസിച്ച് കേസ് നടത്തിയത്. അപ്പോൾ വാളയാർ വിഷയമാണെങ്കിൽ ഇപ്പോഴും കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നു. ആളുകൾ മാനസികമായി ഐക്യപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിലും പൊതുരംഗത്തേക്ക് ഒരുപാട് പേരുടെ ഒരു സാന്നിധ്യം ആവശ്യമില്ലാത്തതുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു. സമാനമായ ഒരു സാഹചര്യത്തിലേക്കാണ് നിതിൻ രാജിൻ്റെ വിഷയം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിതിൻ രാജിൽ സംഭവിച്ച അവിടെ കോടതിയിൽ സംഭവിച്ച സംഗതികൾ എന്തെല്ലാമാണെന്നതിനെ സംബന്ധിച്ചെല്ലാം ഏകദേശം പല തലത്തിലുള്ള ചർച്ചകൾ നടക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി വേണ്ടുന്നത് നിയമപരമായ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കൊലപാതകമാണെന്ന് കുടുംബം ഉറച്ചു വിശ്വസിക്കുന്നു. ആത്മഹത്യയാണെന്ന് പോലീസും ഈ പറയുന്ന കോളേജ് അധികൃതരും പറയുന്നു. ഒപ്പം തന്നെ നമ്മുടെ ഇവിടെ തൊട്ടടുത്തുള്ള നെടുമങ്ങാട് സിദ്ധാർത്ഥൻ്റെ വിഷയം നമുക്കറിയാം. സിദ്ധാർത്ഥൻ കൊല്ലപ്പെട്ട സമയത്ത് മരണപ്പെട്ട സമയത്ത് പറഞ്ഞത് എന്തോ അവിടെ ഒരു പെൺകുട്ടി പെട്ടെന്ന് ഉദയം ചെയ്യുന്നു, എന്തോ ആ പെൺകുട്ടിയോട് സിദ്ധാർത്ഥൻ മോശമായി പെരുമാറിയെന്ന രീതിയിൽ കഥകളാണ് അവിടെ വന്നത്. ഇവിടെ ഇപ്പോൾ നിതിൻ രാജിൻ്റെ വിഷയത്തിൽ അത്തരത്തിലൊരു പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു ലോൺ ആപ്പിനെ മുമ്പിട്ട് വെച്ചുകൊണ്ടാണ് കേസാട്ടം പിടിക്കാൻ ശ്രമിക്കുന്നത്. വെറും 14,000 രൂപ അത് ആ പയ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം എടുത്ത് ചെലവഴിച്ചതാണ്. ഒരു പരിധി വരെ നമുക്ക് അംഗീകരിക്കാം. ഇത് കുടുംബത്തിലെ വീട്ടാവശ്യത്തിന് അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി കുടുംബം അറിഞ്ഞെടുത്ത പണം, കുടുംബത്തെ ഏൽപ്പിച്ച പണം, അത് അവിടെ നിന്ന് സ്വാഭാവികമായിട്ടും ഈ പറയുന്നത് പോലെ അത് ചോദിച്ചു എന്നുള്ള പേരിൽ മാനസിക വിഷമത്തിൻ്റെ പേരിൽ ആ കുഞ്ഞ് ആത്മഹത്യ എന്ന് പറയാൻ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. മാത്രമല്ല ഈ റാം എന്ന് പറയുന്ന വിവാദ നായകനായ പ്രിൻസിപ്പൾ, അയാൾ ഒരിക്കലും ഇവൻ്റെ നേരെ ഇഡിയറ്റ് എന്ന് പറഞ്ഞ റാസ്കൽ എന്ന് വിളിച്ചപ്പോൾ സെയിം ടു യു എന്ന അധ്യാപകനെ മുഖത്ത് നോക്കി പറഞ്ഞെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഏതോ ഒരു ഘട്ടത്തിൽ അവരുടെ സുഹൃത്ത് പറഞ്ഞ ഘട്ടങ്ങൾ അറിവാണ്. ഏതോ ഒരു ഘട്ടത്തിൽ നീ എന്നെ കൂടുതൽ പഠിപ്പിക്കാൻ നിൽക്കണം അങ്ങനെ ഈ റാമിനോട് തട്ടിക്കയറി എന്ന് പറയുന്നു. ഇപ്പം ഇന്നിപ്പോൾ വന്നിട്ടുള്ള പുതിയ ശബ്ദരേഖ എന്ന് പറയപ്പെടുന്നത് ഒരു അധ്യാപകൻ നല്ല സപ്പോർട്ടീവായിരുന്നു, എന്തായാലും ഞാൻ ഡോക്ടറായ മടങ്ങുമെന്ന് പറയുന്നു. വിഷു പ്രമാണിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടി തയ്യാറെടുപ്പെടുത്തുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം വെച്ച് പരിശോധിക്കുമ്പോൾ ഇത് ആത്മഹത്യയാകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. മാത്രമല്ല ഇത് കൊലപാതകമാണ് എന്ന് തന്നെയാണ് നമ്മുടെ ബോധ്യം. മാത്രമല്ല ഈ പറയുന്ന കേസ് കയ്യിൽ വന്ന ഉടനെ തന്നെ കണ്ണൂർ SP പറഞ്ഞത് ലോൺ ആപ്പിനെ അപ്പം തന്നെ അയാളെ കൊണ്ടുവന്ന് വെക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കൊലപാതകമാണ്. ആ രീതിയിൽ സെക്ഷനായിട്ട് അന്വേഷിക്കണം. ഇപ്പോൾ എഫ്ഐആർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് 194 മാത്രമാണ് വന്നിട്ടുള്ളത്. അതിൽ അട്രോസിറ്റി അടക്കമുള്ള മറ്റു വകുപ്പുകൾ ആൾട്ടർ ചെയ്ത് പറയപ്പെടുന്നു. പക്ഷേ പുതുക്കിയ എഫ്ഐആറിൻ്റെ കോപ്പി കുടുംബത്തിന് ലഭ്യമാക്കണം. അതുപോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടണം. അങ്ങനെ കുറേ നിയമപരമായ കാര്യങ്ങളുണ്ട്. അതിനകത്തേക്കും കൂടി പൊതുസമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ശ്രദ്ധ അടിയന്തരമായിട്ടുണ്ടാകണം എന്നാണ് എനിക്കതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്.